بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ. പുണ്യ റമദാൻ അള്ളാഹു നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷിയാവുന്ന മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പെരുന്നാള് വരുമ്പോൾ സാധാരണ പുതിയ വസ്ത്രം എന്ന ഒരു രീതി, എല്ലാ പെരുന്നാളിനും വസ്ത്രം വാങ്ങുന്ന ഒരു സ്വഭാവം കുറഞ്ഞ കാലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ശരിയായിരിക്കും അല്ലേ? പണ്ടൊക്കെ ഒരു പുതുവസ്ത്രം വാങ്ങിയാൽ വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും അത് ഉപയോഗിക്കും. ചിലപ്പോ അത് വീണ്ടും എടുത്തു വെച്ചിട്ട് അടുത്ത വർഷവും വീണ്ടും ഉപയോഗിക്കും. പെരുന്നാളിന് ഉള്ളതിൽ ഏറ്റവും നല്ലതിടും എന്നത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പുതിയത് തന്നെ എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇന്നങ്ങനെ അല്ല. ഇന്ന് പെരുന്നാളിന് രാവിലെ മുതൽ പള്ളി പോകുന്നവരെ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരെ ഉള്ള സമയത്തേക്ക് ഒരു വസ്ത്രം, ഉച്ചയ്ക്ക് എല്ലാവരും കൂടുമ്പോൾ ഒരു വസ്ത്രം, ഭക്ഷണത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭാര്യ വീട്ടിൽ പോകുമ്പോഴോ മറ്റൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴോ മറ്റൊരു വസ്ത്രം. ഇങ്ങനെ ഒന്നിലധികം എന്ന അവസ്ഥയിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങുന്ന സ്വഭാവം ഇപ്പോ കുറച്ചു കാലങ്ങളായി പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട്. അത് പെരുന്നാളിന് മാത്രമല്ല, കല്യാണത്തിന് വാങ്ങുമ്പോഴും ഒന്നിലധികം വാങ്ങും. അതൊരു സൗകര്യമാണ്. പഴയ കാലത്ത് അത്രയും സാമ്പത്തിക സൗകര്യം ഉണ്ടായിരുന്നില്ല. പരിമിതമായ ചിന്തകളിൽ നിന്നും ഇന്ന് വിശാലമായി ചിന്തിക്കുന്നിടത്ത് മനുഷ്യനെത്തിയപ്പോ സാധാരണ കാണപ്പെടാറുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ സ്വാഭാവിക മാറ്റം, അത് മാത്രമാണ് ഈ രംഗത്ത് കാണാനുള്ളത്. വസ്ത്രസംബന്ധമായ അള്ളാഹുവിന്റെ ദീനിന് ഒരുപാട് പറയാനുണ്ട്. പെരുന്നാൾക്ക് വസ്ത്രമെടുത്തവർ, പെരുന്നാൾ വസ്ത്രം ഉപയോഗിക്കുന്നവർ എന്ന് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയത് ധരിക്കാൻ പറഞ്ഞിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് പുതിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് ആദ്യം ഉപയോഗിക്കുന്നത് എന്നല്ലതിനർത്ഥം. പുതുക്കം ഉണ്ടാവുക എന്നേ ഉള്ളൂ. നല്ലവണ്ണം അലക്കി തേച്ച് മടക്കി വെച്ചാൽ അതിനൊരു പുതുക്കം തന്നെയുണ്ട്. അത് അഴുക്കായതിൽ നിന്നും അഴുക്ക് മാറ്റിയാൽ അത് പുതിയതായി. അങ്ങനെ വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രം ധരിക്കുക എന്നത്, ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക എന്നത് അള്ളാഹുവിന്റെ ദീൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ പണമുള്ള ആളുകൾക്ക് ആ പണത്തിനനുസരിച്ച് അവരുടെ ആത്മാഭിമാനത്തിന്റെ സംരക്ഷണാർത്ഥം വസ്ത്രത്തിൽ കുറവ് വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തിരുത്തിയതായി പല ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് സമയമുണ്ട് ഇതൊക്കെ പറയാം. ഏതായാലും ഒരാളുടെ വസ്ത്രം നല്ല വൃത്തിയും വെടിപ്പുണ്ടെങ്കിൽ അവന്റെ നീറുന്ന ചിന്തകൾ, ടെൻഷൻ കുറയുമെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. മൻ നളുഫ സൗബുഹു ഖല്ല ഹമ്മുഹു. വസ്ത്രം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ നീറുന്ന ചിന്ത, മനസ്സിന്റെ ടെൻഷൻ, പ്രയാസമൊക്കെ മാറിക്കിട്ടും. അത് ഒരു വലിയ മനഃശാസ്ത്രപരമായ കാര്യമാണ്. പിന്നെ വെള്ളിയാഴ്ചകളിൽ നല്ല വസ്ത്രം ധരിക്കുക, ഏറ്റവും നല്ലതൊക്കെ ധരിക്കുക. പള്ളിയിലേക്ക് പോകുമ്പോൾ എന്തിനേറെ ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കുന്നവർക്ക് പോലും നല്ല വസ്ത്രം ധരിക്കണം എന്ന ഒരു നിബന്ധന പല മഹാന്മാരും പറയുന്നുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിന് അള്ളാഹുവുമായി കൂടുതൽ അടിമ അടുക്കുന്ന നേരമാണ്. ആ നേരത്തെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണമെന്ന അഭിപ്രായമുള്ള വലിയ വലിയ ഇമാമിങ്ങളുണ്ട്. ഇപ്പൊ വസ്ത്രം മാറ്റി നിർത്തപ്പെടുന്നതല്ല, വസ്ത്രത്തെ ഇസ്ലാം ചേർത്ത് പിടിച്ചു. എന്നാ വസ്ത്രമുണ്ടായത്? വസ്ത്രം അതിന്റെ ചരിത്രമൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഭൂമിയിൽ വന്ന മനുഷ്യൻ ഭൂമിയിലെ വസ്ത്രം ധരിച്ചത്. ഭൂമിയിൽ മനുഷ്യൻ ആദ്യം ധരിച്ച വസ്ത്രം ഇലകളും പുല്ലുകളും ഒക്കെയാണ്. അത് കുറഞ്ഞ നേരത്തേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ദിവസത്തേക്ക്. ഖുർആൻ പറയുന്നുണ്ട് വസ്ത്രത്തെ കുറിച്ച്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസിത് തഖ്വാ ഖൈർ ذلك من آيات الله لعلهم يذكرون. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറയുന്നു, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസ. ആദമിന്റെ മക്കളെ, വസ്ത്രം തുടങ്ങുന്നത് അവിടുന്ന് വാപ്പാന്റെ കാലത്ത്, ആദം നബിയുടെ കാലത്ത് മക്കളെ വിളിച്ചിട്ട് പറയാണ്, ആദമിന്റെ മക്കളെ. എല്ലാ മക്കളും പെട്ടു അതില്, മുസ്ലിം മാത്രല്ല. ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, മുകളിൽ നിന്നും താഴേക്ക് നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നു. ലിബാസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ള വസ്ത്രത്തെ ആ ലിബാസ് എന്ന് പറയാം. അലമാരിൽ ഇരിക്കുന്നതിന് സൗബ് എന്ന് പറയാം. ലിബാസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന് ഇത് ലിബാസാണ്. അലമാരിൽ ഇരിക്കുന്നത് സൗബ് വസ്ത്രം, സൗബ് വസ്ത്രം, ലിബാസ് വസ്ത്രം. ഇപ്പൊ നമ്മുടെ മേത്തിട്ടിരിക്കുന്ന ആ വസ്ത്രം, അതായത് ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വസ്ത്രം, ഒന്ന് ഓർക്കണം, ഇത് അള്ളാഹു മുകളിൽ നിന്ന് ഇറക്കി തന്നതാണെന്ന് ഖുർആൻ. അതെന്താ ഇപ്പൊ മുകളിൽ നിന്ന് ഇറക്കി തന്നത്? അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, മഴ മുഖേന ഉണ്ടായ ചെടികൾ, അതിൽ നിന്നുമാണ് വസ്ത്രമുണ്ടായത്. അതായത് സസ്യങ്ങളിൽ നിന്നും വസ്ത്രം മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ചത് പടച്ച റബ്ബ് ഖുർആൻ പറയുന്നു. സസ്യങ്ങളിൽ നിന്നും മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ചു പരുത്തി, ചണം പോലെയുള്ള വസ്ത്രങ്ങൾ. അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു, മുകളിൽ നിന്ന് അള്ളാഹു താഴേക്ക് ഇറക്കി തന്ന വസ്ത്രമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞു, യുവാരി സൗആതികും വരീശ, തൂവലുകളും രോമങ്ങളും വസ്ത്രമാക്കി നിങ്ങൾക്ക് അവൻ തന്നു. അത് ജന്തുക്കളിൽ നിന്നാണ്. പട്ടുനൂൽ പുഴുവിന്റെ പട്ടുകൊണ്ടും ചെമ്മരിയാട് പോലെയുള്ളതിന്റെ രോമങ്ങൾ കൊണ്ടുമൊക്കെ മനുഷ്യൻ വസ്ത്രം ഉണ്ടാക്കി. അതായത് വസ്ത്ര നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖല ഖുർആൻ പറഞ്ഞു. ഏത് തരത്തിലുള്ള വസ്ത്രം ആയിക്കോട്ടെ, പക്ഷേ മറ്റൊരു വസ്ത്രബോധമുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലുണ്ടാവേണ്ട ഒരു വസ്ത്രബോധം, ഇത് വസ്ത്രമാണ് എന്നൊരു തോന്നല്, ഇത് എന്തിനുള്ളതാണ് എന്ന തോന്നൽ ഇന്ന് മനുഷ്യൻ മറക്കുന്നു. ഇതെന്തിനാ? ഇത് കാണിച്ചു കൊടുക്കാനാണോ? ഇത് ഒരു ഡിസ്പ്ലേ പോലെ, ശരീരത്തിന്റെ ഡിസ്പ്ലേ പോലെ വെക്കാൻ, ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം കയറ്റി വെക്കാനുള്ളതാണോ? ചിലത് പുറത്ത് കാണിക്കാൻ. വസ്ത്രബോധം മനുഷ്യനില്ല. വസ്ത്രബോധം എന്ന് പറഞ്ഞാൽ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്ന ബോധം മനുഷ്യനില്ല. അള്ളാഹു പറയുന്നു, വസ്ത്രബോധമുണ്ടല്ലോ, പടച്ചവന്റെ മുന്നിൽ ഇതിന് കണക്ക് പറയേണ്ടി വരുമെന്ന വസ്ത്രബോധം. ഇത് ധരിക്കുന്നത് എന്തിനാണ്? ഇതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം. തഖ്വ എന്ന് പറയുന്ന വസ്ത്രബോധം, ഖൈർ, അത് ഉണ്ടായാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും വലിയ കാര്യം അതാ. അത് വേണം. അവിടെയാണ് നമ്മൾ വസ്ത്രം ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കുന്ന സ്ത്രീ സഹോദരിമാരോട് ആ വിഷയത്തിൽ ഉപദേശിക്കാനുള്ളത്. തല മറച്ച് നടക്കുക എന്നതൊരു പ്രബലമായ സുന്നത്താണ്, ഒരു വസ്ത്രത്തിന്റെ ഭാഗമാണ്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഉപദേശങ്ങൾ വരുന്നത് അവിടെയായി വസ്ത്രബോധം മറക്കുന്നോടത്താണ്. വസ്ത്രബോധമുണ്ടാവാ എന്നുള്ളോടത്ത് അള്ളാനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാ, അള്ളാനെ കണ്ടെത്താൻ കഴിയും. ഞാൻ എന്തിനാ ഇപ്പൊ ഈ വസ്ത്രം ധരിക്കുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ അള്ളാഹു ഹൃദയത്തിലേക്ക് വരുമെന്ന് ഖുർആൻ. എപ്പോഴാ മനുഷ്യർക്ക് വസ്ത്രം നഷ്ടപ്പെട്ടത്? فبدت لهما سوآتهما وطفقا يخصفان من ورق الجنة. സൂറത്ത് ത്വാഹ.
ഇബ്ലീസ് ആദം നബിയെ പ്രലോഭിപ്പിച്ചു, പ്രേരിപ്പിച്ചു ഹവ്വ റളിയല്ലാഹു അൻഹ മുഖേന. എന്നിട്ടോ സ്വർഗത്തിന്റെ വിലക്കപ്പെട്ട കനി കഴിച്ചപ്പോൾ സ്വർഗം നിഷേധിക്കപ്പെട്ടു. സ്വാഭാവികമാ സ്വർഗം നിഷേധിക്കുമ്പോൾ സ്വർഗത്തിൻ്റെത് എന്ന് പറയുന്ന എല്ലാം അവിടെ ഉപേക്ഷിച്ചു പോരണം. അങ്ങനെ ഭൂമിയിൽ വന്ന മനുഷ്യൻ ഫതഫിഖാ യഖ്സിഫാൻ, അവിടെ വെച്ച് തന്നെ വസ്ത്രം ഇങ്ങനെ അറ്റ് ഊർന്നൂർന്ന് അഴിഞ്ഞഴിഞ്ഞു പോകുന്നു. ആരുമില്ലാത്ത സ്വർഗം, പ്രിയപ്പെട്ട ഭാര്യ മാത്രമുള്ളോടത്ത്, ഭർത്താവ് മാത്രമുള്ളോടത്ത് വസ്ത്രം അഴിഞ്ഞു പോകുന്നതിൽ പോലും നാണിച്ചു പോയിരുന്നു സയ്യിദുനാ ആദം, സയ്യിദത്തുനാ വ ഉമ്മുനാ ഹവ്വാ റളിയല്ലാഹു അൻഹാ. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ, സ്വന്തം ഭാര്യയുടെ മുന്നിൽ വസ്ത്രമില്ലാത്ത അവസ്ഥ പരിശുദ്ധ സ്വർഗത്തിൽ പോലും അവർക്ക് നാണമായിരുന്നു. സ്വർഗത്തിലെ ഇലകളും പുല്ലുകളും അവർ വസ്ത്രമായി ഉപയോഗിച്ചു. ഇനി കേൾക്കണോ, ഭൂമിയിലേക്ക് വരുമ്പോൾ അതും പോകും. എന്തുകൊണ്ട്? അത് സ്വർഗത്തിന്റെ ഇലയും പുല്ലുക, അതവിടെ ഉപേക്ഷിക്കണം. ഭൂമിയിൽ വന്നിട്ടോ രണ്ടുപേർക്കും ആ നാണമുള്ളത് കൊണ്ട് രണ്ടിടങ്ങളിലായി ഇറങ്ങിയത്. ആ രണ്ടിടങ്ങൾക്കിടയിലുള്ള രണ്ടുപേരും കണ്ടുമുട്ടാത്ത ഏകാന്തതകൾ, ആ ഒഴിഞ്ഞ പ്രദേശങ്ങൾ അവർക്കൊരു മറയായി. രണ്ടിടങ്ങളിലായി രണ്ടുപേരും അവിടെ വസ്ത്രബോധമുണ്ട്. ആരും പറഞ്ഞു കൊടുത്തിട്ടോ മദ്രസ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിന് പോയിരുന്നിട്ടോ അല്ല, അവർക്ക് വസ്ത്രം എടുക്കണം എന്നുള്ള ബോധം ഉണ്ടായത് അവർ സൃഷ്ടിച്ച അന്ന് മുതൽ അല്ല കൊടുത്തിരിക്കുക. ജന്മനാൽ മനുഷ്യനെ പടച്ച അന്ന് മുതൽക്ക് ആ ബോധമുണ്ട്. മനുഷ്യനായ അന്ന് മുതലുണ്ട്. അങ്ങനെ സ്വാഭാവികമാണ് രണ്ടാളും കണ്ടുമുട്ടിയ അറഫയിൽ വെച്ച്. വിശദീകരിക്കുന്നില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ലോകത്ത് ആദ്യമായി വസ്ത്രം കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ ആൾ. ആദം നബിക്ക് അല്ലാഹു 1000 കൈത്തൊഴിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട ഒരു പ്രധാന കൈത്തൊഴിലാണ് വസ്ത്രം കൈകൊണ്ടുണ്ടാക്കാം. ഇനി കേട്ടോളൂ, ഹവ്വ റളിയല്ലാഹു അൻഹയാണ് ആദ്യമായി നൂല് നൂറ്റത്. മൂപ്പരിങ്ങനെ ഗവേഷണം ചെയ്തു, നൂല് നൂക്കുന്നത് എങ്ങനെയാണ് എന്ന്. നൂല് നൂക്കാൻ അത് എളുപ്പമാണ്, പക്ഷെ നൂല് നൂറ്റ് കിട്ടിയാൽ അതെങ്ങനെയാ വസ്ത്രമാക്കുക എന്നത് മറ്റേ ആളും ഗവേഷണം ചെയ്തു. രണ്ടാളും സംഗമിച്ചോടത്ത് ഒരു വലിയ വ്യവസായം തന്നെ തുടങ്ങാറുന്നു. ഭാര്യയുടെ ചിന്തയെ ഭർത്താവ് ഉപയോഗപ്പെടുത്തി, ഭർത്താവിന്റെ ചിന്ത ഭാര്യയ്ക്ക് ഉപയോഗപ്പെട്ടു. നമുക്കിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ ആലോചനകൾ നടക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ പെൺകുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസവും പുതിയ അനുഭവങ്ങളും ഒക്കെ ഉള്ള പുതിയ ലോകത്തിന്റെ കുട്ടികളാണ്. അല്ലെങ്കിൽ ഇന്നത്തെ സഹോദരിമാർ അങ്ങനെയാ. ആ അപ്ഡേഷൻ സഹോദരന്മാർ ഉപയോഗപ്പെടുത്തിയാൽ കുറെ കാര്യങ്ങളൊക്കെ, പല ബിസിനസ്സുകളിലും ഏറ്റവും വലിയ ഡിസ്കഷൻ നടക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ്. ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ ഭാര്യയും ഭർത്താവും പോകും. കുറെ സത്യസന്ധതകളും പരസ്പരമുള്ള സ്നേഹവും ധാരണയും ഒക്കെ കൂടുതൽ കിട്ടും. അതൊരു നല്ല രംഗമാണ്. അത് നമുക്ക് ആദ്യം മുതൽക്കേ കാണാനുണ്ട്. എവിടെ? സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലും ഹവ്വ റളിയല്ലാഹു അൻഹയിലും നമുക്ക് കാണാനുണ്ട്. ഞാൻ വേഗം കുറച്ച് ഹദീസുകൾ പറയാം. പൊതുവെ ആണുങ്ങളോട് പറയാറുണ്ട് വസ്ത്രം വെളുത്തത് ധരിക്കാൻ പറയാറുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇരുണ്ട നിറത്തിലേക്ക് വസ്ത്രം വരലാണ് പരമാവധി നല്ലത്. അതുകൊണ്ടാണ് അവരുടെ പർദ്ദയും മറ്റുമൊക്കെ ഒരു കറുപ്പ് എന്നതിലേക്ക്. പക്ഷെ ഈ പർദ്ദ എന്നത് എന്ത് ലക്ഷ്യത്തിലാണ്? സൗന്ദര്യത്തെ കുറയ്ക്ക എന്നുള്ള ഒരു ലക്ഷ്യം പർദ്ദയിലുണ്ട്. ഞാൻ എന്റെ വക പറയല്ല, അതിന്റെ സ്വാഭാവികത ആണല്ലോ. കറുത്ത ഒരു വസ്ത്രം അത് മൊത്തവും മറച്ചു വെക്കുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ സൗന്ദര്യത്തെ കുറച്ച് കാണിക്കാൻ കൊണ്ടുവന്ന പർദ്ദയുടെ പേര് തന്നെ ഹൂറുലീൻ എന്ന പർദ്ദയുടെ പേര്. അങ്ങനെ കമ്പനി ഇല്ലേ? ആലോചിച്ച് നോക്കണം. അതിട്ടാ ഹൂറുലീനായിന്ന ആവട്ടെ, അള്ളാഹു തൗഫീഖ് കിട്ടും. നമുക്കൊന്നും വിരോധമല്ല, എല്ലാവരും ഹൂറുലീൻ ആവണം. അപ്പോ വസ്ത്രം ആണുങ്ങൾ പരമാവധി വെളുത്ത വസ്ത്രങ്ങളിലേക്ക്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇൽബസുൽ ബയാല, ആണുങ്ങളോട് പറഞ്ഞു തെളിഞ്ഞ വസ്ത്രങ്ങൾ, വെളുത്ത വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കണം. സമുറത്ത് ബിൻ ജുന്ദുബ് ഖാല റസൂലുള്ളാഹി, ഇമാം നസായിയുടെ സുനനിലുണ്ട് ഹദീസ്, ആണുങ്ങളെ നിങ്ങൾ വെളുത്ത വസ്ത്രം ധരിക്കണേ. ഫഇന്നഹാ അത്ഹർ, നിങ്ങളെ നന്നാക്കാൻ അത് മതി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ രാഷ്ട്രീയക്കാരൊക്കെ പൊതുവെ പബ്ലിക്കിൽ നല്ല ഡീസന്റാ, അല്ലെങ്കിൽ ഒരു ഡീസന്റ് ഒക്കെ ആയിരിക്കും. ഒരു MLA വന്നാൽ, MP വന്നാൽ പബ്ലിക്കിൽ അവർ വലിയ ഡീസന്റ് ആണ്.
അവന് നല്ല പെരുമാറ്റം, എന്തൊരു സ്നേഹമൊക്കെ ആയിരിക്കും. അങ്ങനെ തന്നെയാണ്. അതല്ലാത്തപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ സങ്കല്പിച്ചു. പക്ഷേ അവരെ അത് നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ അവരിട്ടിരിക്കുന്ന വെള്ളവസ്ത്രമാണ്. മന്ത്രിമാരും MLA-മാരും ഒക്കെ നമ്മുടെ നാടുകളിൽ പരമാവധി വെള്ള തന്നെ ഇട്ടുപോരുന്ന ഒരു പാരമ്പര്യം കാണാറുണ്ട്. വെള്ളവസ്ത്രം നിങ്ങളെ സ്വയം സംസ്കരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അത് നിങ്ങളെ നല്ല മനുഷ്യനാക്കും. അതായത് ആ വസ്ത്രം ഇട്ടിരിക്കുമ്പോഴെങ്കിലും നല്ല മനുഷ്യനാവും. ഈ വെള്ളം ഇട്ടിട്ട് ഇക്ക എന്തൊട്ട് വർത്താനായി പറയണെന്ന് പറഞ്ഞാൽ ആ പറയണ അക്കന്നെ ഒരു ഇതാ ഇക്കൊക്കെ പറ്റിയ വർത്താനാണ്. ഇക്ക അവിടെ പോകാൻ പറ്റില്ല. ഇക്ക ഈ വെള്ളമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇക്ക അവിടെ പോകാൻ പറ്റില്ല കേട്ടോ. ശരിയാ. ഇക്ക തന്നെ അങ്ങനെ ഓർക്കും. അത് ശരിയാണല്ലോ, കുഴപ്പമില്ലല്ലോ, ഇവൻ പറഞ്ഞ ശരിയാണല്ലോ, ഞാൻ ഈ വെള്ളം ഇട്ടിട്ട് ഞാൻ പറയാൻ പാടില്ല. സ്വയം ശുദ്ധീകരിക്കാൻ ആ വെള്ളം മതി. മയ്യത്തിന് നിങ്ങൾ വെള്ളവസ്ത്രം വേണം, വെള്ളവസ്ത്രം ഉപയോഗിക്കണം. നിങ്ങളിൽ ആര് മരിച്ചാലും കഫൻ പുടവ വെള്ളയാവട്ടെ. നബി മുഹമ്മദ് മുസ്തഫ കുളിപ്പിച്ചു വൃത്തിയാക്കി, എന്നിട്ടോ സുഗന്ധം പൂശി ഖബറിലേക്ക് മലക്കുകൾ വരുന്നോടത്തേക്ക് വെച്ചു കൊടുക്കേണ്ട. നല്ല വേഷത്തിലും നല്ല നിറത്തിലുമാവട്ടെ, വെള്ള തന്നെ വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കഫൻ പുടവ വെള്ള വേണമെന്ന് നിർബന്ധിക്കല്ല, വെള്ളയിലാവ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. മക്കച്ചങ്ങണ എന്ന് പറഞ്ഞ പുല്ല് വെച്ചിട്ട് കഫൻ പുടവയ്ക്ക് പകരം വസ്ത്രം തന്നെ കിട്ടിയിട്ടില്ല. വെള്ളയായാലും കറുപ്പായാലും ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പുതപ്പ് കിട്ടി, അത് വെച്ച് കഫൻ പുടവ ഒന്നങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. തലക്ക് വലിച്ചിടുമ്പോ കാല് പുറത്ത്, കാലിലേക്ക് വലിച്ചിടുമ്പോ തല പുറത്ത്. അവസാനം മക്കച്ചങ്ങണ എന്ന് പറഞ്ഞൊരു പുല്ലുണ്ട്. ആ പുല്ല് വെച്ചിട്ട് സ്വഹാബിയുടെ കാല് മറച്ചു, എന്നിട്ട് കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് പറയുന്നത്, വെള്ളയെ തന്നെ നിങ്ങൾക്ക് മറവ് ചെയ്യൽ നടക്കുമെങ്കിൽ പരമാവധി അങ്ങനെ ചെയ്യാം. ഇനി കേട്ടോളൂ, ഇനി നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ആണുങ്ങളാണെങ്കിൽ ഷർട്ട് ഇടുമ്പോ, പെണ്ണുങ്ങളാണെങ്കിൽ ചുരിദാർ ഇടുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാന്റ് പോലുള്ളതൊക്കെ ഇടുമ്പോ നമ്മൾ എങ്ങനെയാ തുടങ്ങാം? അങ്ങനെ ആലോചിച്ചിട്ട് തന്നെയല്ലേ നമ്മള്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇതൊരു ഇബാദത്താണ്. ഏത്? ഇത് ശരീരത്തിൽ കിടക്കുന്ന നേരം മുഴുവനും നമ്മൾ ഒരു ഇബാദത്തിലാ. ഏത് ഇബാദത്ത്? പരിശുദ്ധമായ നിന്റെ സൗന്ദര്യത്തെ അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയാത്ത വിധം നീ സൂക്ഷിച്ച ഇബാദത്ത്. നിന്റെ നാണത്തെ നീ മറച്ച ഇബാദത്ത്, അത് മറച്ചു വെച്ചിരിക്കുന്നോടത്തോളം കാലം മറച്ചു വെക്കുന്നു എന്ന ഇബാദത്ത്. വസ്ത്രം ധരിക്കുമ്പോ നീയത്ത് വേണം. എന്താണ് നീയത്ത്? ഇടയത്താഴം കഴിക്കുമ്പോ നീയത്ത് വെക്കാറുണ്ടോ? അത്താഴം കഴിക്കുന്നു എന്ന സുന്നത്തിന് വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ആ സമയത്ത് അതൊന്നും ഓർമ്മയല്ല. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോ കണ്ണൊക്കെ തുറക്കണ, ബന്ദ് കഴിഞ്ഞിട്ട് ഹർത്താൽ കഴിഞ്ഞിട്ട് കട തുറക്കണ മാതിരിയാ. അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എവിടെയും നീയത്ത് വേണം. നീയത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. നബി മുഹമ്മദ് മുസ്തഫ. മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന നീയത്ത് അവൻ അമൽ ചെയ്യുന്നതിനും അപ്പുറമാണ്. അത്ര വലിയ പരിഗണന നബി മുഹമ്മദ് മുസ്തഫ. നീയത്ത് വേണം. നീയത്തുണ്ടെങ്കിൽ ആ അമൽ സ്വീകരിക്കാം. ഇടത്താഴം കഴിക്കുമ്പോ മാത്രല്ല, മുന്നത്താഴവും നോമ്പ് തുറയൊക്കെ അള്ളാഹുവേ ആഫിയത്ത് ഉണ്ടാവാൻ, അമൽ ചെയ്യാനുള്ള ആഫിയത്തിന് ഞാൻ നീയത്താക്കിയതാ ഭക്ഷണം കഴിക്കുന്നു. ഉറപ്പായിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള ആഫിയത്തിന് ഞാൻ ഇത് നെയ്യത്താക്കി ഭക്ഷണം കഴിക്കുന്നു നമ്മൾ കരുതൂല. ഏതെങ്കിലും ഒരു വക്കത്തൊക്കെ നിസ്കരിക്കാനുണ്ടാവും. കരുതിക്കോ, പടച്ചോനെ ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യം വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ആയിക്കോട്ടെ. സത്യത്തിൽ അള്ളാഹിനെ പറ്റിക്കലാണോ എന്ന് തോന്നിപ്പോ, കാരണം അത് കഴിഞ്ഞ എല്ലാ തോന്നിയവാസവും പോട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നറിയോ? ആദ്യം നമുക്ക് നീയത്ത് വേണം. ബിസ്മി കൊണ്ട് തുടങ്ങണം. പടച്ച റബ്ബേ, എന്റെ നാണം മറയ്ക്കാൻ, അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്ത കൂലി കിട്ടാൻ വസ്ത്രം വെച്ചുകൊണ്ട് ശരീരത്തെ മറയ്ക്ക എന്നത് ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ കൂലി കിട്ടാൻ, അല്ലെങ്കിൽ ഔറത്ത് മറയ്ക്കാൻ, നാണം മറയ്ക്കാൻ ഞാൻ വസ്ത്രം ധരിക്കുന്നു എന്ന് മനസ്സിലങ്ങ് കരുതിയാ പോരായി. ധരിക്കുന്ന വസ്ത്രം കൊണ്ട് ഈ പറയപ്പെട്ടതൊക്കെ മറഞ്ഞിട്ടുണ്ടോ എന്നതും കൂടി ആലോചിക്കാം. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 4 ഔറത്തുകളാണ്. ഒന്നാമത്തെ ഔറത്ത് അന്യപുരുഷന്റെ മുന്നിൽ ശരീരം മുഴുവൻ. നമ്മൾ നഖം മുറിച്ചു കഴിഞ്ഞാൽ അത് കുഴിച്ചു മൂടണമെന്ന് പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടെന്നറിയുമോ?
ഞാൻ ഒരു അന്യപുരുഷനാണ് എങ്കിൽ ഞാൻ മുറിച്ചിടുന്ന നഖത്തിൽ എന്റെ ശരീരത്തിൽ നിന്നും അറ്റുപോയാലും ഒരു അന്യ പെണ്ണ് അതിൽ ചവിട്ടിയാൽ ഹറാം തന്നെയാ. ഒരു അന്യ പെണ്ണ് നഖം മുറിച്ചത് എവിടെയെങ്കിലും കണ്ടാൽ, ഒരു അന്യ ആണ് കണ്ടാലും ഹറാം. ചില പെണ്ണുങ്ങളുണ്ട് തലമുടി ഇരുമ്പോ മുടി ഇങ്ങനെ അങ്ങോട്ട് വലിയ കട്ടകണക്ക വരും. അതാ വീടിന്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് ഒരറ്റേറ. അത് പിന്നെ ഇങ്ങനെ കാറ്റ് പറപ്പിച്ച് അപ്പുറത്തെ വീട്ടില് ആ ഇക്ക പത്രം വായിക്കാതിരിക്കണതിന്റെ മുന്നിലെത്തും. ഇതൊക്കെ നമ്മൾ ആലോചിക്കാറില്ല. അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ നഖം കുഴിച്ചിടുന്ന പോലെ തന്നെ അതൊക്കെ ഒരു സ്ഥലത്ത് ആ അടുക്കളയുടെ ഭാഗത്തൊക്കെ എവിടെ ഒരിത്തിരി നനവുള്ള മണ്ണൊക്കെ ഉണ്ടാവൂലോ, അതൊക്കെ ഒന്ന് മാന്തിട്ട് കുഴിച്ചിടാം. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ഔറത്ത് പെണ്ണിനെ സംബന്ധിച്ച് 4 ഇടങ്ങളിൽ 4 ഔറത്ത്. ഒന്നാമത്തെ ഔറത്ത് അന്യ പുരുഷന്റെ മുന്നിൽ ശരീരം മുഴുവനും ഔറത്താണ്. ഒരു സന്ദർഭത്തിൽ മാത്രം, അല്ലെങ്കിൽ 1-2 സന്ദർഭങ്ങളിൽ മാത്രം. എപ്പോഴാ? പെണ്ണ് കാണാൻ വരുമ്പോൾ മുഖവും മുൻകൈയും ആണിന് കാണാം. എന്തുകൊണ്ട്? ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലുണ്ട്, ഈ മുഖത്ത് നോക്കിയിട്ട് വിവരമുള്ളവനാണ് ഈ കാണാൻ വന്നെങ്കിൽ ആ പെണ്ണിന്റെ സ്വഭാവം ഉമ്മാടെ അടുത്ത് എങ്ങനെ, വല്ലുമ്മാടെ അടുത്ത് എങ്ങനെ, ഇവിടുന്ന് ഈ പെണ്ണ് കാണൽ കഴിഞ്ഞ് ലഡുവും ജിലേബി തീറ്റ കഴിഞ്ഞ് പോയാ ഈ പെരക്കാത്ത പിന്നെ ഈ പെണ്ണ് ഏത് പൂച്ചയായിരിക്കും, കുറച്ച് പുലിയാവും. അതൊക്കെ അവിടെ ഉണ്ട്. മുഖം മനസ്സിന്റെ കണ്ണാടിയ, മനസ്സിലിരിപ്പ് മുഴുവൻ വിവരമുള്ളവന് വായിക്കാൻ പറ്റും. അതിനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തത് മുഖം മുൻകൈ കാണൽ സുന്നത്ത. ആരാ? പെണ്ണ് കാണാൻ വരുമ്പോ അന്യ പുരുഷന്റെ മുന്നിൽ സുന്നത്താണ്. കയ്യിലും ഉണ്ട് ഏതാണ്ടൊക്കെ കാണാനും അറിയാനും വായിക്കാനൊക്കെ പറ്റിയത്. അത് വിവരമുള്ളവർക്ക്. അല്ലാതെ മറ്റേ തത്തേനെ പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന പാർട്ടിയല്ല. വിവരമുള്ള തത്തേനെ പെട്ടിയിലാക്കി കൊണ്ടുവന്നിട്ട് പാത്രം കാണിച്ചു കൊടുക്കും. തത്ത പെട്ടിന്ന് ഇറങ്ങി വരും, വിശന്നിട്ട് തിന്നാൻ കൊടുത്താന്ന് ഓർത്ത് ഏതോ ഒരു കാർഡ് വലിക്കും, അതവിടെ ഇടും. പിന്നെ അവിടെ ശിവന്റെയും പാർവതിയുടെയും പടം, ആ നല്ല ജീവിതാവട്ടെ എന്ന് പറയും. എന്നും അവിടെ ബദർ ഉഹദ. അതല്ല, നല്ല വിവരമുള്ള ആളുകൾക്ക് കൈ നോക്കിയും മുഖം നോക്കിയും അറിവുകൾ കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള ആളുകളുടെ ആ അറിവിനെ സൂക്ഷിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുറഹ്മാൻ ഇബ്നു മുൽസം അലി റളിയല്ലാഹു അൻഹു ഖലീഫയായ വിവരം അറിഞ്ഞ് മക്കത്ത് നിന്നും, അല്ലെങ്കിൽ ഐഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്നും ആ ഖിലാഫത്തിന് അംഗീകരിച്ചു വന്ന നിവേദക സംഘത്തിൽ മുന്നിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പാട്ടുപാടിയ ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽസം. അലി റളിയല്ലാഹു അൻഹു പാട്ടൊക്കെ കേട്ടോ, വലിയ ഇഷ്ടായി. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, മോനെ നിന്റെ പേരെന്താന്ന് ചോദിച്ചു. ആ മുഖത്ത് നോക്കിട്ട് ചോദിച്ചു, നിന്റെ പേരെന്താ? എന്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു മുൽസം. നിന്നെ ആരാ വളർത്തിയത്? ഒരു ജൂത സ്ത്രീയല്ലേ? അതെ. എവിടെ നോക്കിട്ടാ ചോദിക്കുന്നത്? ആധാർ കാർഡ് കാണിച്ചിട്ടല്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽസമിന്റെ മുഖത്ത് നോക്കി അലി റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, നിന്നെ വളർത്തിയത് ഒരു ജൂത സ്ത്രീയല്ലേ? അതെ. നാഴികക്ക് 40 വട്ടം അവര് വിളിച്ചു പറയാറില്ലേ, സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ അന്ന് ഖുദാർ എന്ന് പറയുന്ന മനുഷ്യൻ കൊന്ന പോലെ നീ ഒരു വൃത്തികെട്ട കർമ്മം നീ ചെയ്യും, നീ ഒരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് നിന്നെ വളർത്തിയ ആ ജൂത സ്ത്രീ നിന്നെ ശപിച്ച് പറയാറില്ലേ? വാ, പറയാറുണ്ട്. ഖുദാർ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്നു, അറുത്തു, അതുപോലെ ഞാനും ചെയ്യുമെന്ന് അവർ എന്നെ ശപിച്ച് പറയാറുണ്ട്. എന്നാൽ അബ്ദുറഹ്മാൻ ഇബ്നു മുൽസമിനോട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നീയാണ് എന്നെ കൊല്ലുന്നവൻ, ഭാവിയിൽ എന്റെ ഘാതകൻ നീയാം. എവിടുന്ന് കിട്ടിയ അറിവ്? ശംസുൽ ഉലമ ഉള്ള കാലഘട്ടത്തിൽ പട്ടിക്കാട് ജാമിഅ നൂരിയിൽ പല വിദ്യാർത്ഥികളെയും മുഖം നോക്കിയിട്ട് മഹാനവറുകൾ വിലയിരുത്തുമായിരുന്നു. അതുപോലെ മുഖം നോക്കി വിലയിരുത്താൻ വിവരമുള്ളവരാണ് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു അന്യപെണ്ണിനെ കാണുന്നത് എങ്കിൽ മുൻകൈയും മുഖവും കണ്ടവൻ വിലയിരുത്തട്ടെ. പെണ്ണിനും അതുപോലെ വിലയിരുത്താൻ കഴിയുമെങ്കിൽ ആ കയ്യൊന്ന് കാണിച്ചേ, ഞാൻ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഈ വിലയിരുത്താൻ പറ്റും, കയ്യിൽ എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. ഇതിന്റെ അകത്തൊന്നും ഇല്ലല്ലോ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വിലയിരുത്താൻ കഴിവുള്ള പെണ്ണുങ്ങൾക്ക് വിലയിരുത്താം. പെണ്ണിന്റെ ഔറത്ത് ഒന്നാമത്തേത് അന്യ ആണിന്റെ മുന്നിൽ മുഴുവനും ഔറത്താണ്. മുഖം ഒഴിച്ച് മുൻകൈ ഒഴിച്ച് പെണ്ണ് കാണുമ്പോൾ മാത്രം മുഖവും മുൻകൈയും ഒഴിച്ച് മറ്റു ഭാഗങ്ങൾ മുഴുവനും ഔറത്താണ്. രണ്ടാമത്തെ ഔറത്ത് അതാണ് നിസ്കാരത്തിൽ
രണ്ടവറത്തായില്ലേ? ഒന്ന് ശരീരം മുഴുവൻ, പിന്നെ ഇപ്പൊ ആകെ തുറന്നു. എവിടെ? മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ. ഇനി മൂന്നാമതൊരവറത്തുണ്ട്. നമ്മുടെ സഹോദരിമാരത് ചിന്തിക്കാറില്ല. കാഫിറുകളായ അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളായ സഹോദരിമാരുടെ മുന്നില്, എന്റെ പ്രിയമുള്ള സഹോദരി, നിന്റെ ഔറത്ത് നീ വീട്ടുവസ്ത്രം ധരിച്ചിരിക്കുമ്പോ, അതായത് ഇപ്പൊ നിങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു വീട്ടുവസ്ത്രമാണ്. മിക്കവാറും അങ്ങനെ ആയിരിക്കും, ഒരു ചുരിദാർ അല്ലെങ്കിൽ മറ്റുള്ള മാക്സി പോലുള്ളത്. അപ്പൊ അന്നേരം ഷാളൊക്കെ ഇട്ട് നിൽക്കുന്ന, തലയിൽ തുണിയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വീട്ടുവേഷം ഉണ്ടല്ലോ. ആ വീട്ടിലിടുന്ന വസ്ത്രം അതിന്റെ പരിപൂർണ വേഷത്തിലാണ്. അതായത് മുടിയൊന്നും കാണാൻ പാടില്ല. വേഷത്തിന്റെ പരിപൂർണമായ വേഷം. അപ്പൊ ഒരു പക്ഷേ ഒരു 3/4 ഒക്കെ ആയിരിക്കും. അതായിക്കോട്ടെ, കുഴപ്പമില്ല. ആരുടെ മുന്നില്? സഹോദര സമുദായത്തിലെ പെണ്ണിന്റെ മുന്നിൽ മുസ്ലിം പെണ്ണിന്റെ ഔറത്ത്. 3 ഔറത്തായി. നാലാമത്തെ ഔറത്ത് തൊട്ടാൽ ഉളൂ മുറിയാത്തവരുടെ മുന്നിൽ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം മറയ്ക്കാം. മറ്റുള്ള ഭാഗങ്ങൾ ഔറത്തല്ല. തൊട്ടാൽ ഉളൂ മുറിയാത്ത ആളുകളുടെ മുന്നിൽ. ഭർത്താവിന്റെ മുന്നിൽ പിന്നെ ഔറത്തില്ലല്ലോ. അങ്ങനെ 4 ഔറത്താ പെണ്ണിനുള്ളത്. ഏതായാലും നമ്മൾ വസ്ത്രം ധരിച്ചു തുടങ്ങുമ്പോൾ ഒന്നാമത് നിയ്യത്ത് വെക്കണം. എന്താ നിയ്യത്ത്? പറഞ്ഞേ. ഔറത്ത് മറയ്ക്കാൻ വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കുന്നു. ഔറത്ത് മറിഞ്ഞിട്ടുണ്ടോന്നും കൂടി നോക്കണം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണം. ആണുങ്ങളുടെ ഔറത്ത് പൊക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിലായിരിക്കണം. മിക്കവാറും മുണ്ടുടുക്കുന്നത് എവിടെയാ? പൊക്കിളിന്റെ താഴെ. ആ കൊടന്തൊക്കെ ചാടിയിട്ടുള്ള കാക്കായാണ് എന്ത് ചെയ്യും? പൊക്കിളിന്റെ താഴെ പുള്ളിക്ക് കംഫർട്ട്. പൊക്കിളിന്റെ താഴെ അവൻ മുണ്ടെടുത്താൽ ഔറത്തായോ? ഇല്ല. ഉസ്താദെ ബനീൻ ഇട്ടിട്ടുണ്ട്, ഒറ്റ വസ്ത്രം കൊണ്ട് മറിക്കണം. ഇന്നർ ബനീൻ ഇട്ടിട്ടുണ്ട്, ആയിക്കോട്ടെ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ? പൊക്കിളിന്റെ താഴെ ആണുങ്ങൾ മുണ്ടെടുത്തു, മുട്ടിന്റെ താഴേക്ക് ഇറങ്ങിക്കണ്ട, ഔറത്ത് മറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം പൊക്കിളിന്റെ മുകളിൽ അവനെ റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോ അവൻ മുകളിൽ ടീഷർട്ട്, ബനിയൻ, ഷർട്ട്, ജുബ്ബ അങ്ങനെയുള്ള എന്ത് ഇടാ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ റുക്കൂഇൽ നിൽക്കുമ്പോൾ താട കൊണ്ടെങ്കിലും ഈ കഴുത്തിന്റെ ഭാഗത്തെ ഓപ്പൺ അടയുന്നുണ്ടെങ്കിൽ പൊക്കിളിന്റെ താഴെ ആണ് മുണ്ടുടുത്തത്, കുഴപ്പമില്ല. താട ഓർ താടി, തുഫ, ഷെർവാനി, ഈ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി പറയാം. ആണുങ്ങള് മുണ്ടുടുക്കുമ്പോൾ പൊക്കിളിന്റെ മുകളിലാവണം, മുട്ടിന്റെ താഴേക്കും നിൽക്കണം. അപ്പൊ മുണ്ട് മടിക്കുത്തുന്നവൻ ഔറത്ത് മറച്ചിട്ടുണ്ടോ? ഇല്ല. നീയത്ത് വെച്ചത് എന്താ? ഔറത്ത് മറക്കാൻ വേണ്ടി ഞാൻ ഡ്രസ്സ് ഇടുന്നു, എന്നിട്ട് അങ്ങനെ മാറിയിട്ട് മുണ്ടൊക്കെ മടിക്കൂത്തി ഒരു വീഡിയോ ഒക്കെ വലിച്ചു നിന്ന ഇപ്പൊ നെയ്യത്തും പോയി അമലും പോയി ഒക്കെ പോയി. ആലോചിച്ച് നോക്കണം. പൊക്കിളിന്റെ മുകളിലാണ് മുണ്ട് ഉടുക്കേണ്ടത്. മുണ്ടി ഉടുത്തിരിക്കുന്ന അവിടെ നോക്കണോട്ടെന്ന്. പൊക്കിളിന്റെ മുകളിലാണെന്ന് നോക്കണം. പൊക്കിളിന്റെ മുകളിൽ ഇനിയിപ്പോ ഇതൊക്കെ ശീലമല്ലാന്ന് വെക്കാം. ഇതുവരെ പൊക്കിളിന്റെ മുകളിൽ കൊടുത്തിട്ടില്ല. ഇന്ന് ലോഹർ മുതൽക്ക് പൊക്കിളിന്റെ മുകളിൽ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. മുണ്ട് ഇത്തിരി പ്രശ്നമാവും. ഈ ഫാനൊക്കെ ഇട്ട് അതിന്റെ അടിയിൽ നിൽക്കുന്നത്. അപ്പൊ അത് ആ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഒരു പരിഹാരമുണ്ട്. മുകളിലിട്ടിരിക്കുന്ന വസ്ത്രം ഈ കഴുത്തിന്റെ ഭാഗത്ത് കൂടി റുക്കൂഴിലേക്ക് പോകുമ്പോൾ കാണാത്ത രീതിയിൽ താടി കൊണ്ടോ താട കൊണ്ടോ മറഞ്ഞു നിൽക്കുന്നെങ്കിൽ ഇപ്പൊ മുകളിലെ വസ്ത്രം കൊണ്ട് താഴത്തെ വസ്ത്രം പൊക്കിള് മറിയാത്തത് പരിഹരിച്ചു. മനസ്സിലായോ? ഇങ്ങനെയാണ് ഉള്ളത്. നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ റുക്കൂഴിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് ആ വസ്ത്രധർമ്മം അവിടെ തീരുന്നത്. വസ്ത്രം വാങ്ങാ ഉടുക്ക, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കേട്ടോട്ടോ, ശ്രദ്ധിച്ചോട്ടോ. വാങ്ങാനും ഫസ്റ്റ് ഉടുക്കാനും പാടില്ലാത്ത 3 ദിവസങ്ങളുണ്ട്. വസ്ത്രം വാങ്ങാൻ പോകാൻ പാടില്ല, അന്ന് വാങ്ങാൻ പാടില്ല, അന്ന് ഉടുത്ത് തുടങ്ങാനും പാടില്ല. യാദർച്ഛികമായി അന്ന് പെരുന്നാൾ വന്നാൽ ഉടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, അതിന് പരിഹാരമുണ്ട്. ഇനി അന്ന് പാടില്ല എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ല, ബർക്കത്ത് കുറവ് എന്നേ ഈ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇടങ്ങാറാവൊന്നും വേണ്ട. ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങാൻ പോവരുത് എന്നുള്ളതാണ്. ശനിയാഴ്ച ദിവസം, ഒരു ശനിയാഴ്ച ദിവസത്തിൽ അത് ഉടുത്ത് തുടങ്ങാനും പാടില്ല എന്നാ. അതിന് മണവാട്ടി കല്യാണത്തലേന്ന് മിക്കവാറും പുതിയ വസ്ത്രം ഇടുന്നത് ശനിയാഴ്ച ആയിരിക്കും. നമുക്കതിന് പരിഹാരമുണ്ട് ഇൻഷാ അല്ലാഹ്. ശനിയാഴ്ച വസ്ത്രം വാങ്ങലും വാങ്ങി ഉടുക്കലും രോഗങ്ങൾക്ക് വരെ കാരണം ഉണ്ടാവുന്ന രോഗങ്ങൾ വരാം. ഇതൊരു അന്ധവിശ്വാസമല്ല. ഇത് മഹാന്മാരായ
മഹാന്മാരായ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്മാഇലുൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തദ്കിറത്തുൽ വാഇലീനിൽ ഇത് കാണാം. വിവരമുള്ള മനുഷ്യന്മാർ പറഞ്ഞതാണ്. അങ്ങനെ ദിവസങ്ങൾ നോക്കുന്ന ആളുകൾക്കാണ് ഇത് പറയേണ്ട കാര്യമുള്ളൂ. അവരോട് പറയുന്നതാണ്. കുറ്റിയടിക്കാനും കച്ചവടം തുടങ്ങാനും അവിടെ പോകാനും ഇവിടെ പോകാനൊക്കെ നമ്മൾ ദിവസം നോക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വസ്ത്രം വാങ്ങാൻ ശനിയാഴ്ച കൊള്ളൂല. ഇനി വസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ ആ വസ്ത്രം ഉടുത്തു തുടങ്ങണമെങ്കിൽ അത് ശനിയാഴ്ച ആവാതിരിക്കലാണ് നല്ലത്. ഇനി എങ്ങാനും യാദൃച്ഛികമായ ഒരു ശനിയാഴ്ച നമ്മൾ ഉടുക്കൽ നിർബന്ധമാണെങ്കിൽ ആ വസ്ത്രത്തിലേക്ക് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന അധ്യായം വെള്ളത്തിൽ ഊതിയിട്ട് പതുക്കെ ഒന്ന് തളിക്കുന്നത് ആ വസ്ത്രത്തിന്റെ ഷെറ് പോവാൻ നല്ലതാണ്. മനസ്സിലായി? കഴിയാലും കുഴപ്പമില്ല. ഈ ഏത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തുൽ ഖദ്ർ ഊതിയ വെള്ളം ഈ പുതുവസ്ത്രത്തിൽ തളിക്കുന്നത് നല്ലതാണ്. കേട്ടോളൂ. ഒരിക്കൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് ഒരു മാനസിക രോഗം പോലെ വന്നു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ കാണാൻ വന്നു. അദ്ദേഹം ആ പെൺകുട്ടിക്ക് സൂറത്തുൽ അൻആം ഓതി വെള്ളം കൊടുക്കാനോ മറ്റോ നിർദ്ദേശിച്ചു. സൂറത്തുൽ അൻആം ഓതി വെള്ളം കുടിക്ക മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ സൂറത്തുൽ അൻആമിന്റെ ഒരു പ്രത്യേകത സിഹ്ർ ബാത്തിലാക്കും എന്നുള്ളതാണ്. സൂറത്തുൽ അൻആം 41 ദിവസം തുടർച്ചയായ ഒരു വീട്ടിലോതിയാൽ സിഹ്ർ ബാത്തിലാവും. അത് വെള്ളത്തിലോതിയിട്ട് വീട്ടിലെ അംഗങ്ങൾ മുഴുവനും കുടിക്കുകയും വീട്ടിൽ തളിക്കുകയും ചെയ്താൽ സിഹ്ർ ബാത്തിലാവും. കടുപ്പമുള്ള അവസ്ഥയാണെങ്കിൽ 40 ദിവസം എന്നത് 90 ദിവസം വരെ ആവാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് സൂറത്തുൽ അൻആം ഓതി കൊടുത്തു. മാനസിക രോഗം പെട്ടെന്ന് വന്നു, പെട്ടെന്ന് അങ്ങ് മാറി. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോ ആ പെൺകുട്ടിക്ക് കൊടുത്ത വസ്ത്രത്തിൽ ആരോ സിഹ്ർ ആവാഹിച്ചിരുന്നു. പൈശാചികമായ പ്രശ്നങ്ങൾ വസ്ത്രം മുഖേന ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് പുതിയ വസ്ത്രം വാങ്ങി ധരിക്കുന്നതിന് മുമ്പ് ഇന്നാ അൻസൽനാഹു കയ്യിലിത്തിരി വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ഊതാ എന്നിട്ട് ഇങ്ങനെ പതക്കൊന്ന് കുടഞ്ഞാൽ മതി. അത് ആകെ നനയ്ക്കണമെന്നൊന്നുമില്ല. ഒരു തുള്ളിയെങ്കിലും ഈ ഖുർആൻ ഓതിയ വെള്ളം ഒന്ന് ചാടല് നല്ലതാണ്. മഹാന്മാരായ അയിമ്മത്ത് ഇത് പറയുന്നുണ്ട്. അപ്പൊ ശനിയാഴ്ച ആണെങ്കിൽ അത് ഉടുക്കാം, കുഴപ്പമില്ല. രണ്ടാമത്, വസ്ത്രം വാങ്ങാൻ പാടില്ല അല്ലെങ്കിൽ പുതുതായി ഉടുത്തു തുടങ്ങാൻ പാടില്ല എന്ന് പറയാൻ പറ്റിയ ഒരു ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വസ്ത്രം ധരിക്കൽ വഴി ശരീരത്തിന് പൊള്ളൽ വരെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ഇതൊക്കെ അയിമ്മത്ത് രേഖപ്പെടുത്തിയതാണ്. പിന്നെ മോഷണം, നമ്മളിൽ നിന്നും മോഷണം സംഭവിച്ചു പോവാം. നമ്മുടെ എന്തെങ്കിലും ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവാൻ സാധ്യതയുണ്ട്. പിന്നെ ടെൻഷൻ ഒഴിവാവില്ല. ഇങ്ങനെയൊക്കെ അതിന്റെ ചില ശുഭലക്ഷണങ്ങളും അപലക്ഷണങ്ങളും വിലയിരുത്തിയോടത്ത് മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏത് ദിവസം പറഞ്ഞത്? ശനി, ഞായർ. പിന്നെ ഉള്ളത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഈ പറഞ്ഞ ഞായറാഴ്ചക്ക് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ചൊവ്വാഴ്ചക്കും ഉള്ളത്. അപ്പൊ വസ്ത്രം ഫസ്റ്റ് വാങ്ങാനും ഫസ്റ്റ് ഉടുക്കാനും പാടില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ദിവസങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇനി ഇത് പറ്റണ ദിവസങ്ങൾ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 3 എണ്ണം പറഞ്ഞു പാടില്ലാത്തത്. അപ്പൊ പാടുള്ളത് എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. വാങ്ങാനും ഫസ്റ്റ് ഉടുക്കാനും അങ്ങനെ അതുവഴി ഗുണം കിട്ടാനും ബർക്കത്തുണ്ടാവാനും പറ്റിയ 4 ദിവസങ്ങൾ. ഒന്ന് തിങ്കളാഴ്ച വസ്ത്രം ഉടുക്കൽ ബർക്കത്ത് കൂടുതൽ കിട്ടും. ബുധനാഴ്ചയാണെങ്കിൽ ആയുസ്സിൽ വർധനവ് വരെ കിട്ടാം. അതൊക്കെ ഓരോ ലക്ഷണങ്ങളാണ് പറയുന്നത്. വ്യാഴമാണ് എങ്കിൽ ഈ വസ്ത്രം തന്നെ വേറെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ചയാണെങ്കിൽ നമുക്ക് ഒരു സ്ഥാനമാനം അധികാരവും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവിയുടെ അൽ മവാഹിബുൽ ജലിയ ഇത് കൃത്യമായി തന്നെ പാടി അവതരിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടി പറയുന്നു, വസ്ത്രം ധരിക്കുമ്പോൾ നിയ്യത്ത് വേണം. ഔറത്ത് മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇബാദത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കുന്നു എന്ന് നിയ്യത്തിൽ വസ്ത്രം ധരിക്കുക, ബിസ്മി ചൊല്ല. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ള ദിക്റുകൾ ചൊല്ല. ആ ദിക്റുകൾ അറ്റ്ലീസ്റ്റ് ബിസ്മിയും ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനും എങ്കിലും ചൊല്ലിവെക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിസ്കാര സമയത്ത് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ തലപ്പാവോ തലയിൽ ഒരു മറയോ എന്തെങ്കിലുമൊക്കെ വെക്കുന്നതൊക്കെ നല്ലതാണ്. അതൊക്കെ 70 ഇരട്ടി കൂലി എന്ന അവസ്ഥയിലേക്ക് നമുക്ക് അള്ളാഹുവിന്റെ പരിഗണന കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പെരുന്നാൾ വസ്ത്രങ്ങൾക്കൊക്കെ നമ്മൾ ഈ രീതിയിലുള്ള ഒരു മാനദണ്ഡം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്രധാരണ കൊണ്ട് അല്ലെങ്കിൽ പെരുന്നാളിന്റെ ഉടുപ്പ് കൊണ്ട് നമുക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഇതൊരു സാധാരണ വർത്തമാനമായി കാണാതെ ഇതിന് അള്ളാഹുവിന്റെ ദീൻ കൊടുത്ത ഒരു വലിയൊരു മനോഹാരിത ഈ അറിവിനുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിൽ വസ്ത്രം എന്ന് തുടങ്ങി എന്ന് മുതൽക്കുള്ള എല്ലാ ചരിത്രത്തിന്റെ പരാമർശങ്ങളിലും ഒക്കെ വസ്ത്രത്തെ നമ്മുടെ പൂർവികർ ആദരിച്ച ഒരു ചരിത്രമുണ്ട്. ജീവിതത്തിൽ നിറവേറ്റാൻ കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ.